നിക്ക് ഡീ നിർമ്മലേ, ദേണ്ടേ നിന്റെ മോനും മരുമോളും വന്നിരിക്കുന്നു. ഇവരെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ നോക്ക്. പിന്നെ സ്വീകരിക്കുമ്പോ നീ ചിലപ്പോ കാലേ തൊട്ട് മരുമോളുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ടി വരും. ഇത് ഈശ്വര, ഈ രാഘവട്ട് എങ്ങനെ പുറത്തു പോയത്? പൊന്നി, ആ പിള്ള എവിടെ? കുറെ നേരമായിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. അയ്യോ കമല, പിള്ളേ പിള്ളേ, പിള്ളേ പിള്ളേ, രാഘവട്ട് പുറത്തേക്ക് പോയത് പിള്ള കണ്ടില്ലേ? ഞാനിവിടെ രാഘവൻ സാർ സംസാരിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ കടയിലേക്ക് പോയത്? എന്നിട്ട് ഇപ്പൊ എവിടെ പോയെന്നാ പറയുന്നേ? എങ്ങോണ്ടൊക്കെ പോയി, കണ്ട ഓട്ടക്കാരുടെ ഒക്കെ തല്ലുകൊണ്ടെന്നാ പറയുന്നേ. അയ്യോ, ആ ഉപേന്ദ്രനൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന്. ഒന്ന് കാണിച്ചു കൊടുക്കടാ. വായി നോക്കൊണ്ട് നിൽക്കുന്നു. അയ്യോ, ഇതപ്പോ വിഷ്ണുവശൻ അന്വേഷിച്ച് പോയതാ. പക്ഷെ ഓട്ടോക്കാരൻ കൊടുക്കാൻ കാശില്ലായിരുന്നു. അതാ കുഴപ്പം സംഭവിച്ചെന്ന് പറയുന്നേ. ഈശ്വര, ഇനി ഏതവസ്ഥയിലാ വന്നു കയറുന്നതെന്ന് അറിയില്ലല്ലോ. വീഴ്ച നിൽക്കാതെ ഒന്ന് പോയി തിരക്ക് പിള്ളേ. പൊന്നി, ഇതൊന്ന് പിടിച്ചേ. ഓ, ഈശ്വര, ഇതിനി എവിടെ പോയതാ? എന്താടി ഇതൊക്കെ? സത്യമേ, ഇത് രാഘവൻ സാർ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്താ. എങ്ങനെയുണ്ട്? അസുഖമുള്ള ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് തുള്ളുവാണോ? അഴിച്ചു മാറ്റേടല്ല. ചാലി വന്ന് കണ്ട ഇനി അത് മതി. ഇടം വീഴ്ച നിൽക്കാതെ അഴിച്ചു മാറ്റാൻ. മാറ്റാ സത്യമേ. പൊന്നി, എന്റെ ഫോണിങ് എടുത്തേ, ഞാൻ ശാലിനി ഒന്ന് വിളിക്കട്ടെ. നിന്നോടല്ലാടാ അഴിച്ചു മാറ്റാൻ പറഞ്ഞത്. പോയി നോക്കി നിൽക്കുന്നു. അഴിച്ചു മാറ്റടാ. ഞാൻ മാത്രമല്ല, പൊന്നി കൂടെ ഉണ്ടായിരുന്നല്ലോ. എടാ, നീ മിണ്ടരുത്. ശാലിനി വരുന്നതിന് മുമ്പ് മൊത്തം അഴിച്ചു മാറ്റിക്കോ, അല്ലെങ്കിൽ അവള് നിനക്ക് തരും. സത്യമേ, ഫോൺ. നീ കൂടി ചേർന്നാണോടി ഇതെല്ലാം ഒപ്പിച്ചത്? അയ്യോ അല്ല സത്യമേ, കമല വെറുതെ പറയുന്നത്. ആ ഫോണിങ് ഇതാ. ഞാൻ അപ്പോഴേ പറഞ്ഞേ ഇങ്ങനെ ചാടണ്ടാന്ന്. എങ്ങനെയുണ്ട്? കെട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ, അഴിക്കാൻ ബുദ്ധിമുട്ടില്ല. വല്യേച്ചി, ഇതാ ഡോക്ടർ പറഞ്ഞത് കേട്ട് എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള മരുന്നൊന്നുമല്ലല്ലോ ഇത്. വല്യേച്ചി, അല്ല, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. എന്റെ അമ്മ പോലും ആഗ്രഹിക്കുന്നത് വരണ്ടെന്ന. അതിന്റെ കാരണം എന്താ വല്യേച്ചി പറയാത്തെ? എനിക്കൊരു കാരണവും കേൾക്കണ്ട. എന്തൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ കുഞ്ഞിനെ വേണം. ഞാൻ ഇതിനെ വളർത്തും. അതെന്റെ വാശിയാ. മോളെ ശാരികേ, നീ ഈ കാണിക്കുന്ന വാശിക്ക് മുന്നിൽ തോൽക്കുന്നത് നീ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മേ, മുങ്ങി താഴാൻ പോകുന്ന ഒരാൾക്ക് ദൈവം ഇട്ട് കൊടുക്കുന്ന ഒരു അവസാന പിടിവള്ളിയുണ്ട്. അങ്ങനെ ഒരു പിടിവള്ളിയ ഈശ്വരൻ എന്റെ മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. അത് ഞാനിപ്പോ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ഞാൻ എന്റെ ജീവിതത്തിൽ അതോർത്ത് സങ്കടപ്പെടേണ്ടി വരും. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞ് നടന്ന വല്യേച്ചിക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ കുഞ്ഞിനോട് ഇത്ര സ്നേഹം വന്നത്? കുഞ്ഞു വന്നു കഴിയുമ്പോ രാജീവേട്ടൻ വല്യേച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അയാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് ഇടിച്ചു കയറി അങ്ങ് ചെല്ലും.
അയാളോടൊപ്പം ജീവിക്കാനല്ല, അയാളെ നാണം കെടുത്ത. ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചു പോയതില് അയാള് ജീവിതകാലം മൊത്തം കരയണം. സന്തോഷം എന്ന ഒന്ന് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുക തന്നെ വേണം. അപ്പൊ നീ മനസ്സിൽ പലതും കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? എന്നെ കഷ്ടപ്പെടുത്തിയതിന്, എന്നെ സങ്കടപ്പെടുത്തിയതിന്, എന്റെ ജീവിതം തകർത്തതിന് എനിക്ക് ദൈവം നൽകിയ സഹായമായിട്ട് ഞാൻ ഈ കുഞ്ഞിനെ കാണുന്നത്. അതുകൊണ്ട് വേണ്ട രീതിയിൽ തന്നെ ഞാൻ ഇത് ഉപയോഗിക്കും. ഇതെല്ലാം വിഷ്ണുവിന്റെ ചിതാഭസ്മം ഒഴുക്കാൻ പോയതിന്റെ തിരിച്ചടികളാണെന്ന് ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? ഈശ്വര, തിരുത്താൻ കഴിയാതെ പോയ ആ പാപത്തിന്റെ ഫലം ഒന്നും അറിയാത്ത ഒരു പൊടി കുഞ്ഞിനെ പോലും ബാധിച്ചിരിക്കുന്നു. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വരെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക്, ഇതിനെല്ലാം കാരണക്കാരായവർക്ക് എന്തെല്ലാം ദുരന്തങ്ങളാണോ അവ ഉണ്ടാകാൻ പോകുന്നത്? അമ്മ എന്താ ഒന്നും മിണ്ടാത്ത? അമ്മയ്ക്ക് ഇതിൽ ഒരഭിപ്രായവും ഇല്ലേ? എന്തായാലും ശാലിനി വരട്ടെ, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. വലിയേച്ചി, ദേ ഈ മരുന്ന് കഴിച്ചേ. എല്ലാം ഞാനായിട്ട് തന്നെ വരുത്തി വെച്ചത്. പാപനാശിനിയിലേക്കുള്ള യാത്ര എനിക്ക് തടയാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി വരുന്നതെല്ലാം സഹിക്കാം, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ഇല്ല, ഞാൻ എത്തിക്കോളാം. ആ, സ്വാമിയെ വിളിച്ചൊന്ന് ഓർമ്മിപ്പിച്ചാ മതി. ആ, ശരി ശരി, ഓക്കെ. ആ, സ്വാമി. നിക്ക് ഡീ നിർമ്മലേ, ദേണ്ടേ നിന്റെ മോനും മരുമോളും വന്നിരിക്കുന്നു. ഇവരെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ നോക്ക്. പിന്നെ സ്വീകരിക്കുമ്പോ നീ ചിലപ്പോ കാലേ തൊട്ട് മരുമോളുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ടി വരും. കാരണം മരുമോൾ കളക്ടറല്ലേ. എവിടെ പോകുന്നു? എനിക്ക് ചന്ദ്രയെ ഒന്ന് കാണണം. എന്റെ വീടിന്റെ പടി നീ കയറരുത്.